കടുവ അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ആ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനായുള്ള തെരച്ചിൽ ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുകയാണ്. അങ്ങോട്ട് ചാടി പോകുന്നതാ കണ്ടത്. നിങ്ങളാണോ കണ്ടത്? ഞാനാ കണ്ടത്. എന്താ പേര്? എന്റെ പേര് സമീർ. അതായത് നിങ്ങൾ ഏത് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? ഞാനിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇവിടെ ഒത്തിരി നേരം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ആളിപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ആ സാഹചര്യം ഒന്ന് പറയോ? ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ഓട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേ ഞങ്ങളിങ്ങനെ എന്താക്കി കടുവേൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കടുവ അങ്ങോട്ട് പോകുന്നതുണ്ട്. കടുവ അങ്ങോട്ട് പോകുന്നതുണ്ടാകുമ്പോൾ ഞങ്ങൾ വേറെ 2-3 വ്യക്തികളും കൂടിയിട്ട് ചാടി ഇങ്ങോട്ട് ഇറങ്ങി പോലീസുകാരും മറ്റുള്ളവരൊക്കെ ലാത്തിയും പിടിച്ച് അങ്ങോട്ട് പോകണ്ടെന്ന് നിർത്തി. അപ്പോൾ ജനങ്ങൾ വരുന്ന ഞങ്ങൾ ഓടിയെത്തി. ഈ നിൽക്കുന്ന സ്ഥലത്ത് അതാ ആ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് 3 നായ്ക്കൾ ആ കടുവ അങ്ങോട്ട് പോവുകയും ചെയ്ത്. അപ്പം എന്താക്കി പോലീസുകാരും ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് മാറ്റി നിൽക്കപ്പോൾ പോലീസുകാർ ഇവിടെ എത്തുകയും ചെയ്തു. അതായത് ആ സമയത്ത് തന്നെ നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ ഇവരെ അറിയിച്ചു അല്ലേ? ഉദ്യോഗസ്ഥരൊക്കെ നോക്കി നിൽക്കുകയാണ്. കടുവ നാട്ടിൽ പോലും ഇറങ്ങുന്നില്ല. ഞങ്ങളിവിടെ എത്തുകയും ചെയ്ത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ നേരെ ഇങ്ങോട്ട് തിരിക്കും. ഓടിപ്പോകുന്നതാ കണ്ടത് ഞങ്ങൾ. അതാ ആ ഒരു സിൽവറില്ല, ഒരു ചുവന്ന സിൽവർ. ആ സിൽവറിൻ്റെ അടുത്ത് ഞങ്ങൾ കണ്ട് ആ വീട്ടിൽ മുറ്റത്ത് ഒരു ഉമ്മയും മോനും നിൽക്കുന്നുണ്ട്. ആ കാണുന്ന വീടിന് മുറ്റത്ത് ഒരു ഉമ്മയും മോനും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒച്ച ഇട്ട് എന്താക്കി ആ കുട്ടീനെയും പിടിച്ച് പെണ്ണുങ്ങൾ ഉള്ളിലേക്ക് കയറി ഡോറടച്ച്. ആ വീട്ടിൽ ആളുണ്ട്. ആ വീട്ടിലൊക്കെ ആളുണ്ടതാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു വീടിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ വീടിന്റെ വശത്തോടു കൂടിയാണ് കടുവ പോയി എന്ന് ഇദ്ദേഹം ഇപ്പോൾ കണ്ടു എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞത്. കുട്ടികൾ പറയുന്നത് മാത്രമല്ല, മുതിർന്ന ആളുകളും അത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യവുമാണ്. ആ വീടിന്റെ പ്രദേശത്തേക്ക് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം പോലീസ് സുരക്ഷയും ഒക്കെ ഉണ്ട്. കാരണം കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ അങ്ങോട്ടേക്ക് ആ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ ആ പരിസരത്തേക്ക്, വീടിന്റെ പരിസരത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടെ പരിശോധന തുടരുകയാണ്. അതുമാത്രവുമല്ല, അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തെ മയക്കുവെടി വെച്ച് വീഴ്ത്തുകയോ പിടിക്കുകയോ ചെയ്യുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ 6 മണി സമയം കഴിഞ്ഞിരിക്കുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. നേരം ഇരുട്ടിയാൽ പോലും കടുവയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിടികൂടുക എന്ന ഒരു ലക്ഷ്യം, ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുമുള്ളത്. ആ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സംഘം. ഈ ജനങ്ങൾ കണ്ട്, അതായത് ഇന്ന് ഉച്ച സമയത്തും ഇതുപോലെ തന്നെ ഈ രാധയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്ന് രാവിലെ പോലും കടുവയെ ഒരു ഭാഗത്ത് കണ്ടു എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് സ്ഥിരീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്കോ കടക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് വീണ്ടും വൈകിട്ട് ഈ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഈ കടുവയ്ക്ക് വേണ്ടി കൂടുവെച്ച പരിസരത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭാഗത്ത് ഈ ജനവാസം, അതായത് ഒരു വീടുണ്ട്, ആ വീടിന്റെ പരിസരത്ത് കൂടി കടുവ പോയി, കടുവ കടന്നു പോകുന്നത്, ഓടിപ്പോകുന്നത് കണ്ടു എന്ന് ഒരാൾ കൃത്യമായി പറയുന്നത്. അതോടൊപ്പം തന്നെ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഈ കാപ്പിത്തോട്ടത്തിലേക്ക് അടക്കം ഇറങ്ങിക്കൊണ്ട് പരിശോധനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നു. അതിലുപരി അരുൺ സക്കറിയ ആൻഡ് ടീം ഇവിടെയുണ്ട്, ദൗത്യ സംഘം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കടുവയെ പിടികൂടുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുന്നിലുള്ളത്. അക്ഷയ.